വേദിയിലിരിക്കുന്ന മുസ്ലിം ലീഗിൻ്റെ ബഹുമാന്യനായ പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് ഹൈദർലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെയുള്ള സമാദരണീയരായ നേതാക്കളെ, ഈ യോഗത്തിൻ്റെ വിശിഷ്ടാതിഥി ബഹുമാന്യനായ KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള വേദിയിലും സദസ്സിലുമിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഈ സമ്മേളനം ഒരു ചരിത്ര വിജയമാക്കി തീർത്ത കേരളത്തിലെ 10,000-കണക്കിന് വരുന്ന മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷന്റെ കർമ്മോത്സുകരായ പ്രവർത്തകന്മാരെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. ഒരു പുതിയ ചരിത്രമാണ് നമ്മളിവിടെ തിരുത്തിക്കുറിച്ചിട്ടുള്ളത്. നമ്മളെക്കുറിച്ച് ചില ആളുകൾക്ക് ആക്ഷേപങ്ങളുണ്ടായിരുന്നു. പലരും MSF-നെ കുറിച്ച് പറയാറുള്ളത് കുറ്റിപ്പുറം പാലത്തിനും ഫറോക്ക് പാലത്തിനും ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയാണ് MSF എന്നായിരുന്നു. MSF-നെ അവർ പറഞ്ഞു മലബാർ സ്റ്റുഡൻസ് ഫെഡറേഷൻ. അങ്ങനെ ഞങ്ങളുടെ മുഖത്ത് നോക്കി കൊഞ്ഞനം കുത്തിയ ആളുകളുടെ മുഖത്തേക്ക് ഞങ്ങൾക്ക് പറയാനുള്ളത് 10,000-കണക്കിന് വരുന്ന പ്രവർത്തകന്മാർ ഇവിടെ തടിച്ചുകൂടിയത് ഈ അനന്തപുരിയെപ്പോലും പ്രകമ്പനം കൊള്ളിക്കുമാറ് 1/4 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികളെ അണിനിരത്തി ഒരു വിദ്യാർത്ഥി റാലി സംഘടിപ്പിക്കാൻ കഴിയുമാറ് ഈ സംഘടന വളർന്നിരിക്കുന്നു എന്ന് അത്തരം ആളുകൾ മനസ്സിലാക്കണം എന്നാണ് സാന്ദർഭികമായി ഞങ്ങൾക്ക് ഉണർത്താനുള്ളത്. എന്തുകൊണ്ടാണ് ഇത്രയധികം വിദ്യാർത്ഥികൾ ഞങ്ങൾക്ക് കീഴിൽ അണിനിരക്കുന്നത്? ഞങ്ങളുടെ ചരിത്രമാണ്, ഞങ്ങൾ നടത്തിയ പ്രവർത്തനങ്ങളാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഷുക്കൂറിനെ കൊലപ്പെടുത്താൻ ഒരു പാർട്ടി സമ്മേളനം, SFIയുടെ സംസ്ഥാന സമ്മേളനം പാലക്കാട് നടത്തിയപ്പോൾ ആ സമ്മേളനത്തിലെ കണക്കവതരിപ്പിച്ച കൂട്ടത്തിൽ കൊലപാതക കേസിലെ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി ലക്ഷങ്ങൾ ചെലവഴിച്ച കഥ പറയുകയുണ്ടായി. MSF-ന്റെ സംസ്ഥാന കമ്മിറ്റി ഇന്ന് രാവിലെ കണക്കവതരിപ്പിച്ചു. എന്ത് കണക്കാണ് ഞങ്ങൾ അവിടെ പറഞ്ഞത്? ഞങ്ങൾക്കും ലക്ഷങ്ങൾ ചെലവഴി. ഞങ്ങൾ ലക്ഷങ്ങൾ ചെലവഴിച്ചത് കേരളത്തിലെ മിടുക്കരായ വിദ്യാർത്ഥികളെ ഡൽഹിയിൽ കൊണ്ടുപോയി അവർക്ക് സിവിൽ സർവീസിന്റെ പരിശീലനം നൽകാൻ വേണ്ടിയാണ്. നിങ്ങൾ 51 വെട്ടുകൾ വെട്ടാൻ വേണ്ടി, വാളുകൾ സ്വരൂപിക്കാൻ, കൊട്ടേഷൻ സംഘത്തിന് പണം നൽകാൻ നിങ്ങൾ പണം സ്വരൂപിച്ചു കൂട്ടുമ്പോൾ കേരളത്തിലെ ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികൾക്കിടയിൽ നിന്നും നാണയത്തുട്ടുകൾ സ്വരൂപിച്ചുകൊണ്ട് കാസർകോട്ടെ എൻഡോസൾഫാൻ രോഗികളെ സഹായിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലായിരുന്നു MSF-ന്റെ പ്രവർത്തകന്മാരുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് തന്റെ ജീവിതത്തിൽ ആദ്യമായി ഒരു വിദ്യാർത്ഥി സംഘടനയുടെ പരിപാടിയിൽ സംബന്ധിക്കണം എന്ന് ഇന്ത്യയുടെ പ്രഗത്ഭനായ മുൻ രാഷ്ട്രപതി അബുൽ ഫക്കീർ ജൈനുലാബിദീൻ അബ്ദുൽ കലാം എന്ന് വിളിക്കുന്ന APJ അബ്ദുൽ കലാം തീരുമാനിച്ചപ്പോൾ അത് MSF-ന്റെ സമ്മേളനമായി മാറിയത് എന്നതിൽ ഞങ്ങൾക്ക് അതിയായ ചാരിതാർത്ഥ്യമുണ്ട്. ഈ ചരിത്രബോധവുമായിട്ടാണ് ഞങ്ങൾ ഈ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. ഞങ്ങൾ പുതിയ ദൗത്യവുമായി ഇറങ്ങുകയാണ്. കേരളത്തിലെ ക്യാമ്പസുകളിൽ നിന്നും അക്രമ രാഷ്ട്രീയത്തെ മോചിപ്പിക്കാൻ വേണ്ടി, നമ്മുടെ രാഷ്ട്രീയത്തിന്റെ മുഖം വികൃതമാക്കിയ ആളുകളിൽ നിന്നും നന്മയുടെ രാഷ്ട്രീയത്തെ തിരിച്ചുപിടിക്കാൻ. അതിനാണ് ഞങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യം നവസമൂഹത്തിന് ധീരമായ കാൽവെപ്പ് എന്ന മുദ്രാവാക്യം. ഇറ്റലിയിലെ രാജാവ് സ്വപ്നം കണ്ട ഒരു ചരിത്രമുണ്ട്. രാജാവ് ഒരു സ്വപ്നം കണ്ടു. ഉണ്ണിയേശുവിന്റെ മുഖമാണ് രാജാവിന്റെ സ്വപ്നത്തിൽ വന്നത്. നിഷ്കളങ്കനായ ഉണ്ണിയേശു, കാപട്യമില്ലാത്ത ഉണ്ണിയേശു. ഉണ്ണിയേശുവിന്റെ മുഖമൊന്ന് വരപ്പിക്കണം എന്ന് രാജാവ് തീരുമാനിച്ചു. ലോകപ്രശസ്ത ചിത്രകാരനായ മൈക്കൽ ആഞ്ചലോയെ വിളിച്ചു വരുത്തി. ചിത്രം വരയ്ക്കണമെന്ന് പറഞ്ഞു. ലക്ഷണങ്ങൾ പറഞ്ഞു കൊടുത്തു. നിഷ്കളങ്കനാണ്, കാപട്യമില്ല, ക്രൂരതയില്ല, ആര് കണ്ടാലും നോക്കിപ്പോകുന്ന മുഖത്തിന്റെ സൗന്ദര്യമുള്ള ഒരു കൊച്ചുകുഞ്ഞ് വരയ്ക്കണമെന്ന് പറഞ്ഞു. ആഞ്ചലോ ഇറ്റലി മുഴുവൻ തെരഞ്ഞു നടന്നു. ഒരാളെ കണ്ടുകിട്ടണം അതുപോലെ മുഖഛായയുള്ള ഒരാൾ. എവിടെയും കണ്ടുകിട്ടിയില്ല. ഒടുവിൽ ഇറ്റലിയിലെ ഒരു കുഗ്രാമത്തിലെ ഒരു കൊച്ചുകുടിലിൽ ഇതുപോലെ മുഖഛായയുള്ള ഒരു കുഞ്ഞിനെ കണ്ടു. കുഞ്ഞിന്റെ ചിത്രം വരച്ചു. ഇന്ന് ലോകം മുഴുക്കെ കാണുന്ന ഉണ്ണിയേശുവിന്റെ ചിത്രം അന്ന് മൈക്കൽ ആഞ്ചലോ വരച്ച ചിത്രമാണ്. കാലം കുറെ വർഷങ്ങൾ കടന്നുപോയി. കുറെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇറ്റലിയിലെ രാജാവ് വീണ്ടും ഒരു സ്വപ്നം കണ്ടു. അത് യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസിന്റെ ചിത്രമായി. ആഞ്ചലോയെ വീണ്ടും വിളിച്ചു വരുത്തി. ചിത്രം വരയ്ക്കണമെന്ന് പറഞ്ഞു. ലക്ഷണങ്ങൾ പറഞ്ഞു. കണ്ടാൽ പേടി തോന്നും. ഭീകരനാണ്, ക്രൂരനാണ്. ആ ക്രൂരതയുള്ള മുഖം ഒന്ന് വരയ്ക്കണമെന്ന് പറഞ്ഞു. ആഞ്ചലോ തീരുമാനിച്ചു. ഇറ്റലി മുഴുവൻ അലഞ്ഞു തിരിഞ്ഞു നടന്നു. എവിടെയും കണ്ടില്ല അതുപോലെ ക്രൂരനായ ഒരാളെ. ഒടുക്കം ഇറ്റലിയിലെ ജയിലുകൾ സന്ദർശിക്കാൻ തീരുമാനിച്ചു. ഇറ്റലിയിലെ ജയിലുകളിൽ ഒടുക്കം ഇതുപോലെ ക്രൂരനായ ഒരാളെ മൈക്കൽ ആഞ്ചലോ കണ്ടുപിടിച്ചു. അയാളോട് പറഞ്ഞു, നിങ്ങളുടെ മുഖം ക്രൂരതാണ്,
നിങ്ങളുടെ മുഖം ക്രൂരമാണ്. ഇറ്റലിയിലെ രാജാവ് കണ്ട സ്വപ്നത്തിൽ കണ്ട അതേ മുഖച്ഛായയാണ് നിങ്ങൾക്കുള്ളത്. യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസിന്റെ മുഖത്തിന്റെ അടയാളങ്ങൾ നിന്റെ മുഖത്തിലുണ്ട്. വരയ്ക്കാൻ സമ്മതിക്കണമെന്ന് പറഞ്ഞു. രാജാവ് പറഞ്ഞിട്ടാണ് വന്നത്. മൈക്കൽ ആഞ്ചലോയുടെ കോളർ പിടിച്ചുകൊണ്ട് ഈ കുറ്റവാളി പറഞ്ഞു, എന്റെ കുട്ടിക്കാലത്ത് എന്റെ അച്ഛനും അമ്മയും എന്നോട് പറയുമായിരുന്നു, നീ കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഒരു ലോകപ്രശസ്ത ചിത്രകാരൻ വന്നു, ആഞ്ചലോ എന്ന് പേരുള്ള ഒരാൾ, നിന്റെ മുഖം നോക്കി ഉണ്ണിയേശുവിന്റെ മുഖമാണെന്ന് പറഞ്ഞ് ചിത്രം വരയ്ക്കുകയും ഇന്ന് ലോകം മുഴുക്കെ കാണുന്ന ചിത്രം നിന്റെ ചിത്രമാണ് എന്ന് പറഞ്ഞ് എന്റെ രക്ഷിതാക്കൾ എന്നെ പഠിപ്പിച്ചിരുന്നു. ആ എന്നെയാണോ നിങ്ങൾ യൂദാസായി വരയ്ക്കാൻ തീരുമാനിക്കുന്നത്? മൈക്കൽ ആഞ്ചലോ പറഞ്ഞു, ഉണ്ണിയേശുവിന്റെ മുഖമുള്ള നിന്റെ മുഖം യൂദാസിന്റെ മുഖമാക്കിയതിന് ഞാനല്ല ഉത്തരവാദി. കേരള രാഷ്ട്രീയത്തിൽ അധ്വാനിക്കുന്നവന്റെ, തൊഴിലാളി വർഗത്തിന്റെ പോരാളികൾ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് കടന്നുവന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഞങ്ങളുടെ പ്രിയപ്പെട്ട ഷുക്കൂറിനെ അടക്കം കൊലപ്പെടുത്തി മുഖം വികൃതമാക്കിയതിന് ഉത്തരവാദികൾ അഭിനവ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരാണ് എന്ന് വിളിച്ചു പറയുന്ന ഉത്തരവാദിത്തമാണ് MSFന്റെ പ്രവർത്തകന്മാർ ഇവിടെ ഏറ്റെടുക്കുന്നത്. ഈ രാഷ്ട്രീയക്കാരുടെ കയ്യിൽ നിന്നും നന്മയുടെ രാഷ്ട്രീയത്തെ വേർതിരിച്ചെടുക്കാനുള്ള ഒരു പുതിയ ദൗത്യം, ക്യാമ്പസുകളിൽ നിന്നും അക്രമ രാഷ്ട്രീയത്തെ മോചിപ്പിക്കാനുള്ള ഒരു ദൗത്യം, നമ്മുടെ യുവാക്കൾക്കിടയിൽ തീവ്രവാദത്തിന്റെ വിത്തുകൾ പാകി ഒരു സമുദായത്തെ മുഴുവനും വഴിതിരിച്ചു വിടാനുള്ള വർഗീയ സംഘടനകളുടെ നീക്കത്തിനെതിരെയുള്ള ചെറുത്തുനിൽപ്പ്, ഒപ്പം ഈ സമുദായത്തെ ആരാന്റെ വെള്ളം കോരികളും വിറകുവെട്ടികളുമാക്കി മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ, ഈ സമുദായത്തെ കൈപിടിച്ചുയർത്താൻ ലീഗ് ശ്രമിക്കുമ്പോൾ അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കി ഈ സമുദായത്തിന്റെ പുരോഗതിക്ക് കടക്കൽ കത്തിവെക്കുന്ന നിക്ഷിപ്ത താൽപര്യക്കാരെ തിരിച്ചറിയാനുള്ള തീരുമാനവുമായിട്ടാണ് MSFന്റെ സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന പ്രവർത്തകന്മാർ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നത്. ഈ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഒരു നവസമൂഹത്തിന്റെ ധീരമായ കാൽവെപ്പിന് വേണ്ടി കടന്നുവരാൻ പ്രിയപ്പെട്ട MSFന്റെ പ്രവർത്തകന്മാർ ഈ സമ്മേളനം ഒരു കാരണമാക്കണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് സർവശക്തൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.